ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലേക്കോ? നമുക്കറിയാം 14 ദിവസം മുൻപാണ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ വെച്ച് പഹൽഗാമിൽ വെച്ച് നിരപരാധികളായ മനുഷ്യരുടെ രക്തം വീണത്. അതിന് പകരം വീട്ടുക എന്ന ഒറ്റ ഉദ്ദേശത്തോടെയാണ് ഇന്ത്യ ഇറങ്ങിയത്. എന്നാൽ പാകിസ്ഥാന് പിഴച്ചത് എന്ന് പറഞ്ഞാൽ എപ്പം ഇന്ത്യ എങ്ങനെ ആക്രമിക്കും എന്നവർക്ക് അറിയത്തില്ലായിരുന്നു. ഒരു സർജിക്കൽ സ്ട്രൈക്കിൽ ഒതുങ്ങി നിൽക്കും എന്നവർ പ്രതീക്ഷിച്ചു. എന്നാൽ കാര്യങ്ങൾ കൈവിട്ടു പോയി പാകിസ്ഥാനെ എന്നവർക്ക് പറയേണ്ടി അവസ്ഥ വന്നു. കാരണം 14 ദിവസം കഴിഞ്ഞ് ഇന്ത്യയുടെ INS വിക്രാന്ത് മുതൽ ആകാശ് മിസൈലും S-400 ജെറ്റ് വിമാനമാണെങ്കിലും എല്ലാം തകർത്തടിച്ചാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ ഒരു തരത്തിൽ ഇന്ത്യയെ കീഴ്പ്പെടുത്താൻ സാധിച്ചില്ല എന്ന ദയനീയമായ അവസ്ഥയിലാണ് പാകിസ്ഥാൻ ഇരിക്കുന്നത്. എന്നിട്ടും കൂടി എത്ര അടിയുണ്ടായിട്ടും തിരിച്ചടി ഉണ്ടായിട്ടും പിന്മാറാൻ തയ്യാറാത്ത പാകിസ്ഥാന് എന്തുകൊണ്ട് എന്നൊരു ചോദ്യം മുന്നിൽ നിൽപ്പുണ്ട്. പാകിസ്ഥാൻ പിന്നോട്ട് പോകുന്നില്ല. വീണ്ടും വീണ്ടും ജയ്സാൽമീർ ലക്ഷ്യമാക്കി പഞ്ചാബ് ലക്ഷ്യമാക്കിയൊക്കെ ആക്രമണം തുടരുന്നു. ഇങ്ങനെ പോകുവാണെങ്കിൽ 100% പറയാൻ സാധിക്കും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലേക്കാണ്. ഇന്ത്യ ഒത്തുതീർപ്പിന് പോകുമ്പം പാകിസ്ഥാൻ അതിന് ഒരുങ്ങുന്നില്ല. അവർ പറഞ്ഞ് സമ്മതിക്കുമ്പോഴും പിന്നീട് ഒളിഞ്ഞിരുന്ന് പമ്മി നിന്നുള്ള ഈ ആക്രമണം ഇന്ത്യക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇന്ത്യ പറഞ്ഞു, ആക്രമിച്ചാൽ ഞങ്ങൾ തിരിച്ചാക്രമിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ആക്രമണത്തിനായി പോകുന്നില്ല, ഞങ്ങൾ തിരിച്ചാക്രമിക്കും എന്ന് മാത്രമേ ഇന്ത്യൻ എയർഫോഴ്സും ഇന്ത്യൻ ആർമിയും വ്യക്തമാക്കി പറയുന്നുള്ളൂ. ഒരു യുദ്ധത്തിലേക്ക് പോകാൻ ഇന്ത്യയ്ക്കും താല്പര്യമില്ല എങ്കിലും എന്നാൽ അതിന് തന്നെ മുന്നിട്ടിറങ്ങാനാണ് പാകിസ്ഥാൻ ആഗ്രഹം. എന്ത് കണ്ടിട്ടാണ്, ആരെ ആശ്രയിച്ചാണ് പാകിസ്ഥാൻ ഇറങ്ങുന്നതെന്ന് ഒരു പിടിയുമില്ല. കഴിഞ്ഞ ദിവസം രാത്രി നാം കണ്ടാണ്, മെയ് 8 രാത്രികാലം കറാച്ചി തുറകം വരെ 1971 അവസാനമായിട്ട് അവിടെ ഒരു കലാപമോ ഒരു പ്രശ്നമോ ഉണ്ടായത്. അവിടെയെല്ലാം തകർത്തടിച്ച് ഇന്ത്യ 9 സ്ഥലങ്ങളാണ് സ്ഫോടനം നടത്തിയത്. എന്നിട്ടും ചൈനീസ് ഡിഫൻസ് യന്ത്രങ്ങൾ പോലും പിഴച്ചപ്പോൾ ഇവരാരെയാണ് ഇനി ആശ്രയിക്കുന്നത് എന്നൊരു ചോദ്യം മുന്നിട്ടുണ്ട്. ഇന്ത്യ പറഞ്ഞു, ഞങ്ങൾ ഭീകരരെ മാത്രമാണ് കൊല്ലുന്നത്, ജനങ്ങളെ ഞങ്ങൾ തൊടുന്നില്ല. ഇനി ഭീകരവാദം ഈ ലോകത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഇനി ഇന്ത്യക്കെതിരെ പാകിസ്ഥാന്റെ കൈ ഉയരാൻ പാടില്ല. അതിനെതിരെയാണ് ഇന്ത്യയുടെ ഈ പ്രയത്നം. ഇത്രയും ഇന്ത്യൻ ആർമിക്ക് ഒരു ബിഗ് സല്യൂട്ടിനെ കൊടുക്കാം. ഇങ്ങനെയാണെങ്കിൽ യുദ്ധത്തിലേക്ക് പോകുകയാണെങ്കിൽ ഇന്ത്യക്ക് മുമ്പിൽ പാകിസ്ഥാൻ അടിവറ വെച്ച് കാത്തിരുന്ന് കാണാം. എല്ലാം നല്ലതുപോലെ നടക്കട്ടെ. ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. KB സൈനിങ് ഓഫ്.